കാടുകുറ്റിയിൽ തേനീച്ചയുടെ ആക്രമണമേറ്റ് നിരവധി പേർക്ക് പരിക്ക്. കാടുകുറ്റി പഞ്ചായത്തിലെ വൈന്തലയിലാണ് രാവിലെ 9:30 വിദ്യാർത്ഥിനി അടക്കമുള്ള നിരവധി പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റ് പരിക്കേറ്റത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. കനാൽ ബണ്ട് റോഡിലെ മാവിന്റെ മുകളിൽ നിന്നാണ് തേനീച്ചകൾ കൂട്ടത്തോടെ എത്തി യാത്രക്കാരെ ആക്രമിച്ചത്. തേനീച്ചയുടെ ആക്രമണത്തിൽ കുറച്ച് പേർക്ക് ഇവിടെ കാടുകുറ്റി പഞ്ചായത്തിൽ വൈന്തല ഭാഗത്ത് കുത്തേറ്റതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇതെവിടെയാണ്, ഇത് എന്താണ് സംഭവം? ശരി, ഇത് കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് വൈന്തലയിലാണ് സംഭവം. വൈന്തല കനാൽ ബണ്ട് റൂട്ടിലാണ്. ഒരു മാവുമ്മയാണ്, മാളിയേക്കിൽ തങ്കച്ചൻ ചേട്ടൻ്റെ വീണ്ടും ഓപ്പോസിറ്റുള്ള മാവുമ്മയാണ്. തേനീച്ച, കാട്ടു തേനീച്ചയുടെ കൂടാണ്. ഇത് രാവിലെ ഒരു ഏകദേശം 9 മണി 9:30 കൂടി ഇതിൽ കൂടെ പോയ യാത്രികരെ ഒരു വിദ്യാർത്ഥിനി അടക്കം ആ കുട്ടിയെ അടക്കം കുത്തിയിരുന്നു. 3 പേർക്ക് സാരമായ പരിക്കും. ഒരാൾക്ക് മാള ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. അതിൻ്റെ തുടർ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരുന്നു. അവർ ഏകദേശം 6:30 ഒരു ഷാജു എന്ന് പറഞ്ഞ ചേട്ടൻ തേനീച്ചനെ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പം നിലവിൽ നമ്മുടെ സംഭവ സ്ഥലത്ത് കൂടെ തന്നെയുണ്ട്. നമ്മുടെ തേനീച്ചയുടെ ആക്രമണം ചേട്ടൻ ഉണ്ടായി എന്നുള്ളത് അറിയാൻ സാധിച്ചു. ഇത് എപ്പോഴാണ് ഉണ്ടായി, എന്താ സംഭവം ഉണ്ടായി? അതായത് ഞാൻ 11 മണിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയതാണ്. അപ്പോൾ 2 വീലറാണ് ഓടിച്ചിരുന്നത്. അപ്പോൾ ഇത് കൂട്ടമായിട്ട് എൻ്റെ ബാക്കിലൂടെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ 2 വീലർ വേഗം നിർത്താണ്ട് പോയി. അപ്പോഴേക്കും ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഒരു ഈച്ചപ്പെട്ടു. അതെന്നെ കുത്തി. പിന്നെ കക്ഷത്തിൻ്റെ ഈ ഭാഗത്തും മറ്റൊരു ഈച്ച കുത്തി. കടന്നൽ കൂട്ടമായിട്ട് എൻ്റെ ബാക്കിൽ വരുന്നതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയില്ല. കുറേ അകലെ പോയിട്ട് വണ്ടി നിർത്തിയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ആക്രമണം ഉണ്ടായില്ല. ഇപ്പോൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ല. അപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തിന് വണ്ടി നിർത്തിയത്. അപ്പോൾ അവിടെ ഹെൽമെറ്റ് എടുത്ത് ഈച്ച ചാടിപ്പോയി. തൊട്ടടുത്ത വീട്ടുകാർ ചുണ്ണാമ്പ് തേച്ച് വന്നു. അത് നല്ലതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം എനിക്ക് മറ്റു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കട്ടും കഴിപ്പോൾ ഒരു വേദന എടുക്കലൊക്കെ പെട്ടെന്ന് മാറി. എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ മാവ്. ആ മാവുമ്മയാണ് ഈ തേനീച്ച ഈ മഹാളിയുടെ കൂട്. ചെറിയൊരു കാറ്റ് വരുമ്പോൾ അത് എനിക്ക് മനസ്സിലായത് മഹാളി നെറ്റ് പിടിപ്പിച്ച് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ കാറ്റ് വരുമ്പോൾ ആ നെറ്റിൻ്റെ കണക്ഷൻ വിടുമ്പോൾ കുറച്ച് കൂട്ടങ്ങൾ മെയിൻ കൂട്ടത്തിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നു. അപ്പോൾ അത് ആ സമയത്ത് അതിലെ പോകുന്നവരെ ആക്രമിക്കണം.